ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു കിണ്ണത്തപ്പം നോക്കിയാലോ. നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നൈസായിട്ടുള്ള അരിപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി മാത്രമായിട്ടോ ഗോതമ്പ് പൊടി മാത്രമായിട്ടോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1 കപ്പ് ഏതെങ്കിലും ഒരു പൊടി എടുത്താൽ മതി. ഞാൻ 2 കൂടി എടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക. അപ്പോൾ പാലിന് ചെറിയൊരു ചൂടുണ്ടാവണം കേട്ടോ. 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. കട്ടയില്ലാതെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് പഴം ഇട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 പഴമാണ് എടുത്തിട്ടുള്ളത്, 2 ഏത്തപ്പഴം. വലുതൊക്കെ ആണെങ്കിൽ 1 എടുത്താലും മതിയാവും കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പഴത്തിൻ്റെ ഒരു പച്ചക്കുത്ത് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 നുള്ള് നല്ല ജീരകവും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്കിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ട് ഒഴിക്കരുത്, ഒരു 1/2 കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം പാലിന് പകരം വേണമെങ്കിൽ വെള്ളം എടുത്താലും കുഴപ്പമില്ല. പാലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ കൂട്ടി വെച്ചിട്ടില്ലേ പൊടിയും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പം എല്ലാ പഴത്തിൻ്റെ കൂട്ടും പൊടികളുടെ കൂട്ടൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അതിനെ വീണ്ടും ബൗളിലേക്കൊന്ന് തിരിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കണം. ഞാനിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. തീരെ അങ്ങ് ലൂസായിട്ട് പോകരുത്, അതുപോലെ തന്നെ തീരെ അങ്ങ് കട്ടിയാവരുത്. ഞാനിവിടെ ഒരു 1 കപ്പ് പാലെടുത്തതിൽ ഒരു 1/2 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം മൊത്തം 1.5 കപ്പ് പാലാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ വ്യത്യാസമായിട്ട് വരാം. നിങ്ങൾ എടുക്കുന്ന പൊടിയുടെയൊക്കെ അതനുസരിച്ച്, അല്ലെങ്കിൽ പഴത്തിൻ്റെ അളവിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാം. ഒന്നും കുഴപ്പമില്ല. നമുക്കിതൊന്ന് 1/2 മണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ചില സമയത്ത് ഇതൊന്ന് തിക്കായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പാലൊഴിച്ച് അതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പം നമുക്ക് പാലൊന്നും ഒഴിക്കേണ്ട, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. സെപ്പറേറ്റ് പാലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ആവി കയറ്റി എടുക്കണതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡലിപ്പാത്രം കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. വെള്ളം തിളച്ച ശേഷം വേണം നമ്മൾ ഈ കിണ്ണത്തപ്പത്തിന് വേണ്ട ഒരു ഇത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാനൊന്ന് തീയൊന്ന് കുറച്ചിട്ടിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ്, വെളിച്ചെണ്ണയിലേക്കാളും നല്ലത് നെയ്യായിരിക്കും, നെയ്യൊന്ന് തടവിയ ശേഷം ഒരു 2-3 തവി മാവ് നമുക്ക് കോരി ഒഴിക്കാം. നമ്മൾ കൂടുതൽ മാവ് ഒഴിക്കുന്തോറും അതിന് കട്ടി കൂടി വരും കിണ്ണത്തപ്പത്തിൻ്റെ. ഞാൻ കുറച്ച്, അതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ചത്, ഒരു 1/4 ഭാഗം. ഒരു 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ സമയമൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് തീ ഓഫാക്കിയിടാം. ഇനി ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കുത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല. 10 മിനിറ്റ് കൊണ്ട് കറക്റ്റ് വെന്തിട്ടുണ്ടാവും. നമ്മൾ പുറത്തെടുത്ത് വെച്ച് ഇതൊന്ന് ആറിയിട്ട് വേണം മുറിക്കാനായിട്ട്. അപ്പോൾ ഇതാ കിണ്ണത്തപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുക്കുന്നതിന് മുൻപ് നമ്മൾ വിടിയിച്ചെടുക്കാൻ നോക്കിയാൽ അത് പൊട്ടി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുക്കുമ്പോഴാണ് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ വിടിയിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു അളവിൽ ഒരു 3 കിണ്ണത്തപ്പാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല സോഫ്റ്റാണ്. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അധികം കട്ടിയൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് താല്പര്യം അധികം ഇല്ലാത്തവരാണെങ്കിൽ പഴം പുഴുങ്ങിയിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പം ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. അതാ ഞാനൊന്ന് മുറിച്ചെടുക്കുകയാണ്. കണ്ടല്ലോ,
വളരെ സോഫ്റ്റായിട്ട് നല്ല എന്താ പറയുക നൈസായിട്ടുള്ള അധികം കട്ടിയൊന്നുമില്ലാത്ത കിണ്ണത്തപ്പമാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള കിണ്ണത്തപ്പമാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ല റെസിപ്പിയുമായി വരാം. താങ്ക് യു.